ഓ ആ എന്നാ എടുക്കുവാ? എൻ്റെ മോനെ ഇത് നമ്മുടെ ചമ്പരം ചെത്തിയായിരുന്നു. മുഴുവനും പുഴുവായി പോയി. മൊത്തം നിറച്ച് ഇലയെല്ലാം പുഴു തിന്ന് കിടക്കുന്നു. എന്തുമാത്രം പൂവായി ഉണ്ടായിക്കൊണ്ടിരുന്നു. അതെല്ലാം അതന്നെ ഒരു ചെടി ഈ വിഷത്തിൻ്റെ ഇരുന്ന് വിഷം. ഞാൻ ലിക്വിഡ് ഇതുപോലെ ഇതെന്നാ സാധനം? ഇതെന്നാ സാധനം? ഇത് നമ്മുടെ ആയുർവേദിക്കിൻ്റെ ഒരു ലിക്വിഡ് കലക്കി ഇത്ര 1 ലിറ്റർ വെള്ളത്തിൽ ഒരടപ്പ് മരുന്ന് വെച്ച് കലക്കുന്നത്. ഈ പുഴുവിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് അത്. ആണോ? എല്ലാത്തിലും അടിക്കാൻ പറ്റുമോ? ആ, എല്ലാ ചെടിക്കും അടിക്കുക. ഇതിപ്പോൾ അതേ കണ്ടില്ല, നമ്മൾ എന്ത് പൂ ഉണ്ടാകുന്നതായിരുന്നു. അത് നിറച്ച് ഇല മൊത്തം തിന്ന് നിൽക്കുന്നതുണ്ടോ? എന്ത് ഇതിലാണ് നോക്കി കടിക്കുമ്പോൾ പുഴുവൊക്കെ പോവല്ലേ? ആ അത് പുതിയ ഇലകളത്തോളൂ. പുതിയ ഇലകളൊക്കെ നോക്കട്ടെ. ഇതുവരെ ഇതിലൊന്നും അടിച്ചിട്ടില്ല. ചെടിക്കൊക്കെ അടിക്കാം. പച്ചക്കറിക്കൊക്കെ അടിച്ചിട്ടുണ്ട്. പാവയ്ക്കൊക്കെ പാവലിനും വഴുതനയിലൊക്കെ കണ്ടു. വഴുതന ഇപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇല പൂ കണ്ടോ? അത് പോയി, പുഴു പോയി. ഇതുണ്ട് പുത്തൻ വരുന്ന ഇലയിൽ കുഴപ്പമൊന്നുമില്ല, കായ വരുന്നുണ്ട്. ഉണ്ടോ കായ വരുന്നത്? എങ്ങനെ ഇതായിട്ട് കുറച്ച് എഫക്റ്റീവാന്ന് തോന്നല്ലേ? ഇത്രയായിട്ട് ഇങ്ങനെ ഇത് വേറെ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചാൽ വേറെ കുഴപ്പമില്ല. ഇത് വേറെ കുപ്പിയിലൊരു ചെറിയുള്ള കുപ്പിയിലൊരു മരുന്നാണ്. ആ മരുന്ന് ഇതിനകത്തോട്ട് ഒരടപ്പ് ഒഴിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ തെളിച്ചാൽ മതി. അങ്ങനെ പുഴുവൊക്കെ മാറിക്കൊള്ളും. ഇതിൻ്റെ ഇതിലൊക്കെ എന്തുണ്ടായിരുന്നു അറിയാം. അപ്പം ഇത് അടിച്ച് കഴിയുമ്പോൾ കാ വയ്യ ഇടാൻ തുടങ്ങി. ഇനി മുളകൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം വൃത്തിയാകും. ഇതാക്കണം. ഈ വഴുതനുണ്ട്. ഈ വഴുതനം പുഴു പോയതാണ്. അതുകൊണ്ട് അടിച്ചപ്പോഴത്തേക്കും പുഴുവൊക്കെ പോയി പൂവൊക്കെ വരാൻ തുടങ്ങി. ദോഷമൊന്നുമില്ല, കെമിക്കൽസ് ഒന്നും അല്ല. അതിൽ പച്ചമുളക് നട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ലതായിട്ട് കായൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് മുളക്, ഈ സൈസ് മുളക് അതുണ്ടോ? ഉണ്ട്. ഇത്തിരി പച്ചമുളകായത്. ഇതിൽ നിറച്ചും വേണ്ട.